യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ്-സർവീസ്മെൻ രക്ഷാപ്രവർത്തന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഹവിൽദാർ ഇ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ്-സർവീസ്മെൻ സംഘടിപ്പിച്ച രക്ഷാപ്രവർത്തന പരിശീലന ക്ലാസ് ദേശീയ വിമുക്ത പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിട്ടയർഡ് ഹവിൽദാർ ഇ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും സെക്യൂരിറ്റിക്കാർ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവർക്ക് വേണ്ടതായ യോഗ്യതയില്ല എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് കണ്ടെടുത്തത്. ഇതിൽ സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്ന 75-60% പേരുകൾക്കും സെക്യൂരിറ്റിയെ പറ്റി യാതൊന്നും അറിയില്ല. ആയതിനാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ ഈ സെക്യൂരിറ്റി ആക്ടിൽ ഒരു കാര്യമായ നിബന്ധന വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സെക്യൂരിറ്റിക്കാർ ജോലി ചെയ്യണമെങ്കിൽ അവർ അംഗീകൃതമായ ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ല ഏജൻസിയിൽ നിന്നോ അർഹമായ ട്രെയിനിങ് പോയി അതിൽ വിജയമായി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർ സെക്യൂരിറ്റി ജോലി ചെയ്യുവാൻ പാടുള്ളൂ. MP സൂര്യനാരായണൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കാലാനുസൃതമായി വിവിധ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് പതിവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരും നടത്തുന്ന സൊസൈറ്റികൾ, സ്ഥാപനങ്ങൾ എല്ലാവരും പോലീസ് പെർമിഷൻ ഉണ്ടാവണം, ലൈസൻസ് ഉണ്ടാവണമെന്ന് അത് 5-10 വർഷമായി ആ നിയമം വന്നിട്ട് അത് 3 വർഷം കൂടുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസുകൾ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. KT അരവിന്ദാക്ഷൻ, MP മാത്യു, K പ്രേംകുമാർ, P മുഹമ്മദ്, RK വേലായുധൻ, K ശോഭന, K ബാബു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡാരിയസ് മാർഷൽ എൻഡോമെന്റ് അവാർഡിനായി എൻട്രികൾ ക്ഷണിച്ചു. സമൂഹത്തിൽ